നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അത്തം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കൊല്ലവർഷം 1202 എന്ന പുതിയ മലയാള വർഷം ഓഗസ്റ്റ് 17 തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തയ്യാറെടുപ്പ് നടത്താമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു മാസം മുമ്പ് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്തം നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അവർ കന്നിക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് മലയാള വർഷത്തിൻ്റെ തുടക്കത്തിൽ വ്യാഴം 11-ലും ശനി 7-ലും രാഹു 6-ലും സഞ്ചരിക്കുകയാണ്. കേതു 12-ാം ഭാവത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. 2026 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഗുണാനുഭവങ്ങൾക്കാണ് മുൻതൂക്കമുണ്ടാകുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. ആത്മവിശ്വാസം ഉയരും, വരുമാനം വർദ്ധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനഹിതം തിരിച്ചറിഞ്ഞ് ഭാവിയിലേക്കുള്ള കരുനീക്കങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. അതിനുള്ള പിന്തുണയൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പഠന മികവ് ഉണ്ടാകും. പൊതുവെ ജീവിതത്തിൽ സുഖവർദ്ധനയാണ് അനുഭവപ്പെടുന്നത്. ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കും. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ടും ശനിക്ക് വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ടും തൊഴിൽ തേടുന്നവർക്ക് ഉദ്യോഗലബ്ധി കൈവരുന്നതാണ്. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന ധനസമാഹരണം, നിക്ഷേപം എന്നിവ സാധ്യമാകും. മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന വിധത്തിലുള്ള പ്രത്യേക നിക്ഷേപ പദ്ധതികളിൽ അംഗത്വമെടുക്കാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് ശത്രുക്കളുടെ നീക്കങ്ങളെ ഉടൻ തന്നെ പരാജയപ്പെടുത്താനുള്ള കരുത്തും അതിനുള്ള തന്ത്രവും നമുക്ക് നൽകുന്നതാണ്. 6-ൽ രാഹു സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമായ സമയമാണ്. 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് കണ്ടകശനിയാണ്. പ്രണയാനുഭവങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. 7-ാം ഭാവം ദാമ്പത്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയൊക്കെ ഭാവമാണല്ലോ. ചില ബന്ധുക്കൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രണയത്തിലും ദാമ്പത്യത്തിലും ഈ ബന്ധുക്കളുടെ ഇടപെടലുകൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കും. ദാമ്പത്യത്തിലും ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ തലപൊക്കുന്നതാണ്. അന്യദേശ യാത്രകൾക്ക് അവസരം വന്നു ചേരും. 6-ാം ഭാവത്തിലെ രാഹു ശത്രുക്കളുടെ ഉപദ്രവം കുറയ്ക്കുന്നതുകൊണ്ട് തടസ്സപ്പെട്ട പല കാര്യങ്ങളും ആ സമയത്ത് സാധിച്ചു കിട്ടും. രോഗചികിത്സ ഫലപ്രദമാകുന്നതാണ്. 12-ാം ഭാവത്തിലെ കേതു ആത്മീയ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരുത്തും. ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ ദിവ്യാത്മാക്കളുടെ സമാധി സ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള യോഗം ഉണ്ടാകും. ശുക്രൻ ശുഭസ്ഥാനത്ത് വരുന്ന സമയത്ത് ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. പുതുവർഷത്തിൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെ പിതാവിൽ നിന്ന് അനുഭവ ഗുണം ഉണ്ടാകാനും അത്തം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. 2026 വ്യാഴം ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ചിങ്ങത്തിലേക്കൊന്ന് മാറും. അതിനുശേഷം 2027 ജനുവരിയിൽ തിരികെ കർക്കിടകത്തിൽ വരും. അതിനുശേഷം 2027 ജൂണിൽ വീണ്ടും ചിങ്ങത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഴം ഇങ്ങനെ വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് മാനസിക പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെ ആ സമയത്തുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. 2026 ഡിസംബറിൽ രാഹുവും കേതുവും രാശി മാറുന്ന സമയത്ത് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹു 5-ാം ഭാവത്തിലേക്ക് വരുന്നത് സന്താനങ്ങളുടെ പഠനത്തെയും സ്വസ്ഥതയൊക്കെ ബാധിക്കും. ഈ സമയത്ത് സന്ധിക്കുള്ള കാൽനട യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഈ രാഹു കേതു മാറ്റ സമയത്ത് ഈ സന്ധിക്ക്, പ്രത്യേകിച്ച് കുറ്റിക്കാടൊക്കെയുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു സമയത്തൊരു വിഷഭയം നമുക്ക് പറയേണ്ടതുണ്ട്. വിഷഭയം എന്ന് പറയുമ്പം സർപ്പം തന്നെ ആകണമെന്നില്ല, തേളോ പഴുതാരയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിഷഭയം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സന്ധിക്കുള്ള യാത്രകൾ ഒഴിവാക്കുക. 5-ാം ഭാവം മനസ്സിനെയും ചിന്തകളെയും ബാധിക്കുന്ന ഭാവം കൂടെയാണ്. അതുകൊണ്ട് മനസ്സിനെ കുഴക്കുന്ന പല അമിത ചിന്തകളും ഈ സമയത്ത് ഉദയം ചെയ്യും. രാഹു 5-ലേക്ക് വരുമ്പോൾ അവയെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അമിത ചിന്തകൾ പാടില്ല. അതേ സമയത്ത് തന്നെ ചെറിയ ധനനഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഈ രാഹു 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ, അതായത് ചിന്തകളുടെ ഭാവത്തിലേക്ക് രാഹു വരുമ്പോൾ മനസ്സിനാകെപ്പാടൊരു കൺഫ്യൂഷനായിരിക്കും. അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇങ്ങനെയുള്ളൊരു ചെറിയ ഒരു കുഴമറിച്ചിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ നമുക്ക് അനുഭവപ്പെടും. ആ സമയത്താണ് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരുന്ന് മനസ്സിനെ ശാന്തമാക്കിയിട്ട് 2-3 തവണ ചിന്തിച്ച് നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പം വരുമോ, ഈ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നഷ്ടം ഒഴിവാക്കാം. ഇനി നമുക്കറിയത്തില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരോടോ ഫോണിലെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ അത്തരം ഇടപാടുകൾ ചെയ്യാവുള്ളൂ. 2027 ജൂണിലാണ് ഇനി ശനി മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ശനി അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ ദാമ്പത്യ ഭിന്നതകൾ അല്പം കുറയും. എന്നാൽ ശാരീരികമോ മാനസികമായ വിഷമതകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്.
ഈ 7-ൽ ശനി എന്ന് പറയുന്നത് കണ്ടകശനിയാണ്. ഈ സമയത്താണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. ശനി അഷ്ടമത്തിലേക്ക് മാറുമ്പം ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ഗുണകരമല്ല. കാരണം മേടരാശിയിലേക്കാണ് മാറുന്നത്. മേടം ശനിയുടെ നീചരാശിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ അല്പം മാറിയാലും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, സന്ധിവാതം പോലുള്ള അവസ്ഥകൾ, യാത്ര ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ട് ആ സമയത്ത് അനുഭവപ്പെട്ടേക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. വാഹന സംബന്ധിയായ പണച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് വ്യാഴം കന്നിക്കൂറുകാരുടെ 12-ാം ഭാവത്തിലായിരിക്കും എന്നുള്ള ഒരു ദോഷം കൂടെ ഉണ്ട്. കാരണം വ്യാഴം ആ സമയം ആകുമ്പോഴത്തേക്കും ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ചിങ്ങരാശിയിലേക്ക് ഫുള്ളായിട്ട് ട്രാൻസിറ്റ് ചെയ്യും. ഈ ഒരു സമയത്ത് ഉദ്യോഗത്തിൽ ഉള്ളവർ, കരാറുകാർ തുടങ്ങിയവർ പല പ്രധാന പ്രവൃത്തികളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ നിർബന്ധിതരാകും. എന്നുവെച്ചാൽ അവരുടെ ആൾബലമൊക്കെ കുറവാണെങ്കിലും അല്ലെങ്കിൽ ധനപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് മാറ്റി വെച്ചിട്ട് ജോലി തീർക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഇതേ സമയത്ത് തന്നെയായിരിക്കും കുടുംബത്തിലും തിരക്കിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നേക്കുന്നത്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാൻ ആ സമയത്ത് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് പക്ഷേ ചില നേട്ടങ്ങൾ ഉണ്ടാകും. എങ്കിലും സന്താനങ്ങളുമായിട്ട് തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പണച്ചെലവും വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകാൻ യോഗമുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സഹോദരങ്ങൾക്കായിട്ട് പണച്ചെലവ് വന്നേക്കും. കുടുംബത്തിൽ നേരിയ തോതിൽ ഭിന്നത ഉണ്ടാകാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സംസാരത്തിലും സഹോദരങ്ങളുമായിട്ടും മക്കളുമായിട്ടൊക്കെയുള്ള പെരുമാറ്റത്തിലുമൊക്കെ ഒന്ന് ശ്രദ്ധ പുലർത്തണം. ഇനി അത്തം നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെ പറ്റി കൂടെ നോക്കാം. അത്തം നക്ഷത്രക്കാർ ആദിത്യ സ്തോത്രം നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. സൂര്യനാണ് അവരുടെ അധിപൻ, നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ആദിത്യനാണ്. അതുകൊണ്ട് ആദിത്യ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ ശിവന് കൂവളത്തിൽ കൊണ്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. കൂടാതെ ധാര, പിൻവിളക്ക് വഴിപാട് ചെയ്യുന്നതും നല്ലതാണ്. ദാമ്പത്യ സുഖത്തിന് വളരെ ഉത്തമമാണത്. വിഷ്ണു ഭഗവാനൊരു തുളസിമാല സമർപ്പിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം അല്ലെങ്കിൽ പാലഭിഷേകം നടത്തുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാനും ജോലിയിൽ അഭിവൃദ്ധി കിട്ടാനുമൊക്കെ സഹായിക്കുന്നതാണ്. കൂടാതെ തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ഗണപതിക്ക് അപ്പം, മോദകം, കറുകമാല ഇതിലേതെങ്കിലും ഒന്ന് സമർപ്പിക്കുക. കണ്ടകശനി ആയതുകൊണ്ട് ശാസ്താവിന് നീരാജനം ചെയ്യുന്നത് നന്നായിരിക്കും. ശനി രാശി മാറുന്ന സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അതാത് സമയത്തങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളെ വലുതായിട്ട് ബാധിക്കാതെ ഗ്രഹദോഷങ്ങളൊക്കെ പൊക്കോളും. അപ്പോൾ ഇത്രയുമാണ് അത്തം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഗുണദോഷ ഫലങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് കുറച്ചെങ്കിലും ചേർന്ന് വരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ മെമ്പറായിട്ട് ചേരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾ അവിടെ ചോദിക്കാനും സാധിക്കുന്നതാണ്. മെമ്പേഴ്സ് ഉള്ളി ആയിട്ടുള്ള കുറച്ച് വീഡിയോകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ അത് വേണം, താല്പര്യമുള്ളവർക്കത് ചെയ്യാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ധനപരമായ ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.